ഇതാണ് ബ്ലാക്ക് പ്രിയൂർ. നിങ്ങൾ പറഞ്ഞ മാങ്ങ അല്ലേ? ബ്ലാക്ക് പ്രിയൂർ. ബ്ലാക്ക് പ്രിയൂർ ഇന്ന് താഴെ വീണതാണ്. അതിന്റെ ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണുള്ളത്? അതിന്റെ ഒരു മാങ്ങയ്ക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ടല്ലേ? ഉണ്ട്. ആ നോക്കട്ടെ. ബ്ലാക്ക് ബ്ലാക്ക് പ്രിയൂർ ഇത് ഒരു 400 ഗ്രാം കാണും അല്ലേ? 400 കൂടുതൽ കാണും. 500 ഗ്രാം കാണും. ഉണ്ട്. ഇതിന് അണ്ടി എങ്ങനെ കനം കുറവാ? അല്ല, നോർമലാണ്. നോർമലാണല്ലേ? അതിന് ഇച്ചിരി ചെറിയൊരു പൂള എല്ലാത്തിനും കാണുമല്ലോ, ചെറിയൊരു ചകിരി അവിടെ മാത്രം. ചെറിയ ആരേ ഉള്ളൂ അല്ലേ? ഫൈബർ കുറവാണല്ലേ? ഇത് തിന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിന്റെ അണ്ടിയോട് ചേർന്നാണ് കൂടുതൽ മധുരം. നേരെ ഓപ്പോസിറ്റ്. അണ്ടിയോട് കൂടുമ്പോ പുളി എന്നാണ് നമുക്ക് പറയുന്നത്. അണ്ടിയോട് ചേർന്ന് കൂടുതൽ മധുരം ഉള്ളതുകൊണ്ട് ഇത് കഴിക്കുന്നവർ അണ്ടിയും ചപ്പും. അണ്ടി ചപ്പുമ്പോ ഇതിന്റെ അണ്ടി കണ്ടാൽ അറിയാം. അത് നല്ലൊരു അറിയാം ഇത് ബ്ലാക്ക് പ്രിയൂറിന്റെ ആണെന്ന് അപ്പോഴേ മനസ്സിലാക്കിയോ ചപ്പിയിട്ടിട്ടുണ്ട്. അത് നമ്മള് പണ്ട് ചൊല്ലി അണ്ടിയോടെ എടുത്താലും മാങ്ങയുടെ രുചി അറിയാവുന്നത്. അത് നേരെ ഓപ്പോസിറ്റ് ആയി അല്ലേ? പിന്നെ ഇത് മുണ്ടപ്പയാണ്, അറിയാലോ? മുണ്ടപ്പ അറിയാം. മുണ്ടപ്പ കർണാടക. മുണ്ടപ്പയ്ക്ക് ഒരു ഗുണമുള്ളത് ഇതിന് അഡാപ്റ്റബിലിറ്റി കൂടുതലാണ്. അതായത് വേറെ ഏതും അതിലോട്ട് ഒട്ടിച്ച് ചേർക്കാം. ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത് പിടിക്കും. ചിലതിലൊക്കെ കൊണ്ട് എങ്ങനെയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്താൽ പിടിക്കുകയല്ല. ഇത് വേഗം പിടിക്കുന്നുണ്ട്. ഇത് പിടിക്കുന്നത് കുറച്ച് വാട്ടർ കണ്ടന്റ് കൂടുതലല്ല എല്ലാത്തിനും. ഇത് ഈ താഴെ കാണുന്ന എല്ലാ കമ്പുകളും ഡിഫറെന്റ് വെറൈറ്റി. ഇത് കർണാടകയിൽ കൊമേഴ്സ്യൽ കൃഷി ചെയ്യുന്നതാണോ? അല്ല, ചില മാങ്ങകള് ആ നാട്ടിൽ ഇവിടെ വരുമ്പോ അതാ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നത്. പല മാവുകളുടെയും പ്രശ്നേ ഇതിനേക്കാരൊക്കെ വലുതാവുന്ന. ഞാൻ ഇപ്പൊ തായ്ലൻഡിൽ പോയിട്ട് നാംഡോക്കുമായി കഴിച്ചു. അപ്പൊ ഇവിടുന്ന് കഴിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി ടേസ്റ്റ് ആണ് രുചിയും. അപ്പൊ അതാ രാജ്യത്തിന്റെ ഒരു കർണാടകയുടെ അവരുടെ സ്പെഷ്യലിസ്റ്റ്. ഈ കാണുന്ന എല്ലാം വേറെ വെറൈറ്റീസാ. താഴെ കാണുന്ന ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചാലേ? എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെ ചെയ്താണ് അല്ലേ? എല്ലാം ഞാൻ തന്നെ ചെയ്തു. അവിടെ നോക്കണം താഴെ. ഇത് നാംഡോക്കുമായി ആണ് അല്ലേ? ഇത് നാംഡോക്കുമായി. ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇത് ഇത് അതിന് എഴുതിയിട്ടില്ലല്ലോ അല്ലേ? എഴുതിയൊക്കെ അവസാനം കമ്പ്യൂട്ടറിൽ. ഇത് കണ്ടോ? കണ്ടു. അതുപോലെ ഇതേ കാണുന്നത് ഇതിൽ ഏകദേശം എത്ര വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്? ഇതൊരു 10-20 ഉണ്ട്. ഇതെല്ലാം ഓരോന്നിനും ഗ്രാഫ്റ്റിംഗ്. ശരിയായി. ഇതായതുകൊണ്ടാണ് എല്ലാം പിടിക്കുന്നത്. ഈ മാവിലെ എല്ലാവരും സ്വീകരിക്കും. മറ്റതൊക്കെ സ്വീകരിച്ചാലും കുറച്ച് റിജക്റ്റ് ആയി പോകും, ഉണങ്ങിപ്പോകും. ഇത് സോണിയാണ്. ഈ മാവിൽ ഇപ്പൊ ഈ ഗ്രാഫ്റ്റ് ചെയ്തതിൽ വല്ലതും നമുക്ക് കായ്ച്ചിരുന്നോ? കായ്ക്കാനായിട്ട് മറ്റേ സമ്മതിക്കുന്നില്ലേ? മറ്റോ മോളിൽ കയറി ഡോമിനന്റ് ആയിട്ട് നിൽക്കല്ലേ. അപ്പം ഒരേ ഗ്രോത്ത് ഉള്ളത് തമ്മിൽ വേണം. അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് ഒരേ വലുപ്പത്തിൽ പോകണം. ബ്ലാക്ക് പ്രിയോറ്, മറ്റേ പ്രിയോറ്, അങ്ങനെ കുറെ എണ്ണം മറ്റേ ഗ്രോത്താ ടോളാൻഡ് ഇല്ലേ? അത് ഒരെണ്ണം ഉണ്ടെങ്കിൽ അവൻ ചാടി കയറി മുടി പോകും. അതാണ് മൾട്ടിഗ്രാഫ്റ്റ് വിജയിക്കാത്തത്. അതുകൊണ്ട് മറ്റേതിനെയൊക്കെ ചെറിയതുണ്ട്, ചിലത് സ്പ്രെഡിംഗ് ഉണ്ട്. അതിനെയൊക്കെ ഇത് സപ്രസ് ചെയ്യും. അത് ഞാൻ കാണിച്ചു തരാം. ഒന്നിലാകെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇതറിയാലോ? അതറിയാം. നമ്മളെ പിന്നെ മാംഗോസ്റ്റീൻ. ഇവിടെ മാംഗോസ്റ്റീൻ കായ്ച്ചിരുന്നല്ലേ? ഉണ്ട്. എല്ലാ ഫ്രൂട്ട്സും ഇവിടെ ഉണ്ട്. നമുക്ക് മാങ്ങ കഴിഞ്ഞിട്ട് മറ്റൊരു ഫ്രൂട്ട്സ് നമുക്കുള്ളൂ കേട്ടോ. എല്ലാ ഫ്രൂട്ട്സും എല്ലാവർക്കും നമ്മളെ കണ്ണിലോ മെമ്മറിയിലോ പെടില്ല. ഇത് ബെങ്ങനപ്പള്ളിയാണ്. ബെങ്ങനപ്പള്ളി. ആ മാങ്ങ കണ്ടു ഞാനത് അവിടെ ബെങ്ങനപ്പള്ളി. ഞാനിവിടെ 2003 ഇവിടെ കുറെ പേര് ഈ വണ്ടിയേൽ സെയിൽസ് നടക്കും. അങ്ങനെ വണ്ടിയേൽ അവിടെ കണ്ട് പത്തനംതിട്ട കണ്ടുള്ള ഒരു ഇതാന്ന് പറഞ്ഞു, നേഴ്സറിയാന്ന് പറഞ്ഞു കൊണ്ടുവന്നു. 15 എണ്ണം തോന്നുന്നു. 15 ഞാൻ വെച്ചു. പല പേരായിരുന്നു. ആ പേരെല്ലാം ഞാൻ നോട്ട് ചെയ്ത് ബോർഡ് എഴുതി വെച്ചു. 5 കൊല്ലം കഴിഞ്ഞപ്പം എല്ലാം ഒന്ന് എല്ലാം നമ്മുടെ ഇവിടുത്തെ പൊതുവായ അവസ്ഥ. അത് കഴിഞ്ഞ് അന്വേഷിച്ചാൽ പറയും അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല, നേഴ്സറി ഇല്ല, ഒന്നുമില്ല. അതങ്ങനെയാണ്. അതിൽ പിന്നെ ഞാൻ ഈ കൊണ്ടു നടക്കുന്നവരുടെ അഡ്രസ് ഐഡിയ ഇല്ലാത്തവരും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത നഴ്സറിയിൽ നമ്മൾ സാധനം മേടിക്കുന്നത് വാശിക്കാണ്. ഞാൻ പിന്നെ പോയി സ്വന്തം ഓരോന്ന് കളക്ട് ചെയ്ത് ഓരോ സ്ഥലത്ത് പോയിട്ടാണ്. ഒരിക്കലും ഞാൻ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇന്നതുണ്ടോ എന്ന് ചോദിക്കില്ല. അത് നമ്മുടെ ഗവൺമെന്റിന്റെ ആണെങ്കിൽ പോലും ഇന്നതുണ്ടോ എന്ന് ചോദിക്കും. കുറെ ആളുകൾ ഈ രംഗത്ത് കബളിപ്പിക്കപ്പെടുന്നു. അപ്പൊ അവിടെ ചെന്ന് ചോദിക്കും, ഓരോന്ന് ഏതാന്ന് ചോദിക്കും. ചോദിച്ച് എനിക്കില്ലാത്ത മാർക്ക് ചെയ്തിട്ട് അത് മാത്രം മാറ്റിയെടുക്കും. ഈവൻ മണ്ണുത്തി പോലും എനിക്ക് മണ്ണുത്തിൽ പോലും ഞാൻ ടാഗ് മാറിക്കുന്നത് എത്ര അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം എന്നറിയോ? അതായത് കസ്റ്റമേഴ്സ് വരും. കസ്റ്റമേഴ്സ് വന്ന് ഒരു 10-15 എണ്ണം അവരെടുക്കും. കാറിലാണ് വരുന്നത്. വൈഫും ഒക്കെ കാണും. 5-8 എണ്ണം അവരെടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പെണ്ണുങ്ങളല്ലേ, അവർ കുറെ പൂച്ചെടി അത് ഇതെല്ലാം എടുക്കും. കാറിലോട്ട് കയറ്റാൻ നേരത്ത് സ്ഥലമില്ല. അപ്പൊ എന്നാ ചെയ്യുന്നത്,
ഒരു 4-5 മാവ്. അപ്പോൾ അവർക്കറിയാമോ എവിടെ നിന്ന് എടുത്തതെന്ന്. അവർ തൊട്ടടുത്തുള്ള 5 കൊണ്ട് വെച്ചു. അങ്ങനെ ഒരു ബ്ലാക്ക് ബെറി ഒരു 100 വർഷം മുന്നേ എൻ്റെ പഴയകാലത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് പിന്നെ ആ സാധനമൊക്കെ പോയി. പിന്നെ ഞാനത് പ്രിസർവ് ചെയ്ത് പിന്നെ കൊണ്ടുവന്നു. അന്നോ അന്നത്തെ 100 കൊല്ലത്തിന് മുന്നേ നല്ലൊരു വെറൈറ്റി ഏതാ 100 കൊല്ലം മുന്നേ കൊണ്ടുവന്നോ? അതിനെപ്പറ്റി ഞാൻ പറയുമ്പോൾ ആധികാരികമായിരിക്കണം. അല്ലാതെ ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എല്ലാവരും വിചാരിക്കാനും ഞാൻ മാവിന്റെ ചരിത്രമൊന്നും. ഇത് 100 വർഷം കൊണ്ടുവന്ന് ഇപ്പൊ നല്ലൊരു മാങ്ങയാണ്. 100 വർഷം മുന്നാണ് ഇത് എൻ്റെ ഗ്രാൻഡ് ഫാദർ എവിടെ നിന്നെങ്ങാണ്ട് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് ഉണ്ടാക്കിയത്. അതിനേക്കാളും നല്ല മാങ്ങകളൊക്കെ അന്നുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ നല്ല മാങ്ങകളൊക്കെ പിന്നീട് ഔട്ടായി പോയി. പക്ഷെ ഇത് ഇങ്ങനെ വന്നപ്പോൾ പുഴു വന്ന പിന്നെയാണ് ഇതിന് ഡിമാൻഡായത്. ഇതിന് പുഴു വരുന്നില്ല അല്ലേ? ഇതിന് പുഴു വരികയില്ല. ഇതേ ഒരു പ്ലസ് പോയിന്റ് ബ്ലാക്ക് ബെറിന് പുഴു വരികയില്ലെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഗുണമാണ് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ. ഇതിനേക്കാളും നല്ല മധുരവും ഉള്ള ഇപ്പൊ ചന്ദ്രക്കാരന് പോലും ഇപ്പൊ പുഴുവായി പറ്റും. ചന്ദ്രക്കാരൻ ഒരിക്കലും പുഴു വരില്ല. സാധാരണഗതിയിൽ ചെറിയ മാവുകളിൽ പുഴു വരികയില്ല. അതാണ് കൺസെപ്റ്റ്. ഇപ്പൊ ഈ സോണിയായിപ്പോലും പുഴുവായി. സോണിയ അങ്ങനെ പഴത്താലൊന്നും കഴിക്കാൻ ടേസ്റ്റ് ഇല്ലാത്തൊരു മാങ്ങല്ലേ. എന്നാലും അതേലും വെറൈറ്റിക്ക് നമുക്കറിയാലല്ലോ. ഇവിടെ കൊണ്ടുവന്ന് നോക്കി കുട്ടനാടിന് വേണ്ടി ഏതാണ് നല്ലത് അതാണ് നമ്മൾ നോക്കുന്നത്. അതാണ് എന്റെ കൺസെപ്റ്റ്. ഏത് മാവ് പല സ്ഥലത്തും ശരിയാണ്, വെള്ളക്കെട്ടുകളാണല്ലോ. പല സ്ഥലത്തും നല്ലപോലെ നിൽക്കുന്ന മാവുകൾ ഇപ്പൊ തന്നെ ചിന്നരസം കൊണ്ടുവന്നു, പിന്നെ ശർക്കര രസം കൊണ്ടുവന്നു, വെട്ടിക്കളഞ്ഞു. അത് കൊണ്ടുവന്ന് ഇടുക്കിയാണ്. അപ്പൊ അതുമായിട്ട് ട്രോപ്പിക്കൽ വ്യത്യാസം വരുന്നില്ലേ. കരിമ്പത്തൊന്നും കൊണ്ടുവന്നു. അതെ, ചോട്ടാ ജഹാംഗീർ അവിടുത്തെ ഏറ്റവും നല്ലതാണ്. ഇവിടെ വന്നിട്ട് പൂക്കുന്നല്ലാതെ മാങ്ങ ഉണ്ടാവുകയല്ല. 5-6 മാങ്ങ ഉണ്ടാവും. 5-6 മാങ്ങ ഉള്ളത് വറുത്തല്ല. പിന്നെ അവിടുന്ന് എന്തൊക്കെ കൊണ്ടുവന്നു? അവിടുന്ന് പിന്നെ വേറെ കുറെ കൊണ്ടുവന്നു. അല്ല, ഇപ്പൊ നമുക്ക് പിന്നെ ബംഗനപ്പള്ളിയുടെ ഇത് ഹിസ്റ്ററി ഇത് നിങ്ങൾക്ക് നന്നായിട്ട് പഴുത്ത് കിട്ടുന്നുണ്ടോ? ബംഗനപ്പള്ളി പഴുത്ത് കിട്ടും. പക്ഷെ എനിക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. പുഴു വരൂല. പുഴു വരുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്തൊരു എക്സ്പെർട്ടാ. ഞാൻ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പറയും, ഓ അയാൾക്ക് അറിയാൻ പാടില്ലേ. ഞാൻ ഉപയോഗിക്കില്ല. ഞാൻ ഉപയോഗിക്കില്ല. എന്താ കാരണം? പുഴു വരാത്ത ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ അതിനെ പൊതിഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. ഒരെണ്ണം കൊണ്ടുവന്നിട്ട് ഞാൻ പൊതിഞ്ഞു വെച്ചിട്ട് ഇതിന് പുഴു വരെയെന്ന് പറയാം. മരുന്നടിക്കാതെ ആസിറ്റീസ് എന്നാലല്ലേ നമുക്ക് ഉണ്ടെന്ന് അറിയാൻ പറ്റും. മാത്രമല്ല തൊട്ടടുത്ത മാവേൽ പുഴു വരികയും ഇത് പുഴു വരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമല്ലേ നമ്മൾ ഇതിന്റെ ഗുണനിലവാരം പറ്റുള്ളൂ. അല്ലാതെ ചില വർഷങ്ങളിൽ ചിലതൊന്നും പുഴു വരികയില്ല. ഇത് എല്ലാ വർഷവും റെഗുലറായിട്ട് കഴിക്കും. റെഗുലറായിട്ട് 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ടുണ്ടാവും. വെരി ഗുഡ്. ഇതിന് നല്ല മണമാണ്. മണമുണ്ട് നല്ല. ഇത് താഴെ വീണാണ്. ഇതിന്റെ മുകളിലാണ് കിടക്കുന്നത്. മുകളിൽ കയറാൻ മുകളിൽ എന്നെ കൊണ്ട് ഇതിന്റെ തൈ ഒരിക്കലും മാതൃഗുണം കാണിക്കല്ലോ. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കിട്ടുള്ളൂ. ഇതിന്റെ മോണോയാണ്. പള്ളിയിൽ കോമ്പൗണ്ടിൽ നിൽക്കുന്നതെല്ലാം ഇതിന്റെ തൈ. പക്ഷെ ഒരെണ്ണം പോലും അല്ല, നിങ്ങൾക്ക് ഇതിന്റെ തൈകൾ ഉണ്ടാക്കി കൊടുത്തുള്ളൂ ആളുകൾ. വെരി ഗുഡ്, നല്ല കാര്യമാണ്. കാരണം നല്ലൊരു വെറൈറ്റി നമ്മൾ കണ്ടെത്തിയിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ. 100 വെറൈറ്റിയിൽ ഏറ്റവും നല്ലത് 100 വെറൈറ്റിയിൽ ഏറ്റവും നല്ലത് കുട്ടനാടുമായിട്ട് വന്നത്. അല്ല എവിടെയാണെങ്കിലും കൊണ്ടുപോയവരൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ലതാണ്. നമ്മള് തൈകളുടെ ഡീറ്റെയിൽസ് പുള്ളിയുടെ നമ്പർ കൊടുക്കാം. അപ്പോ പുള്ളിയെ വിളിക്കുമ്പോ മോർണിംഗ് ടൈമിൽ ഫ്രീ ടൈമിൽ വിളിക്കാൻ ശ്രമിക്കുക. 8 മണി കഴിഞ്ഞാലേ ഞാൻ എന്നെ വിളിക്കാവുള്ളൂ. രാത്രി 8 മണി കഴിഞ്ഞു. അല്ലല്ല, മോർണിംഗ് 8 മണി വരെ. 8 മണിക്ക് എഴുന്നേക്കുള്ളൂ. 1 മണിക്കൂർ എനിക്കൊരു ഫ്രീഡം ഭക്ഷണം ഉണ്ടാക്കാനോ. അല്ലല്ല, ഞാൻ നോർമലൈസ് ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും സെൻസിറ്റീവായിട്ടാണ് ആ പറയുന്നത്. നമുക്ക് തൈ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ ചോദിച്ചാ 5-6 മാസം മുന്നേ. ഉണ്ട് ചോദിട്ടാ. ഇത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോക്ക് വേണ്ടിട്ട് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, വെച്ച് കഴിഞ്ഞാൽ ചതഞ്ഞാണ് അത് 2 ദിവസം കഴിയുമ്പോൾ കേടാവും. ഇത് മുകളിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് വേറെ പരിചയപ്പെടാൻ പറ്റുമോ? മുകളിലാണ്.
നമുക്ക് ഇതിനൊരു പ്രിയൂർ ബ്ലാക്ക് പ്രിയർ തന്നെ. ബ്ലാക്ക് പ്രിയറിന്റെ ഒരു ബ്ലാക്ക് പ്രിയൂർ പേരിടാൻ എന്തെങ്കിലും ബ്ലാക്ക് പ്രിയർ വെച്ച് കഴിഞ്ഞാൽ ആ. മറ്റതിന് പഠിക്കുന്നതിന് മുന്നേ തന്നെ യെല്ലോഷ് കളറാണ്. യെല്ലോഷ് കളറാണ്. ഇതിന് ബ്ലാക്ക് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് അല്ലേ? ബ്ലാക്ക് അല്ല, ആ. കമ്പയറിംഗ് ടു ദിസ് ആ ദിസ് ഈസ് ബ്ലാക്ക്. ഒരു ബ്ലാക്ക് ഡോട്ട് വരുന്നുണ്ടല്ലോ. അതൊക്കെ അതിന്റെ ഡോട്ട്. ഇത് പഴുത്തിട്ടില്ല, ഒരു ചെനച്ച മാങ്ങയാണ്. ആ നോക്കാം. ഇതൊക്കെ വെങ്ങനപ്പള്ളി എല്ലാം വെറുതെ പോകും. അപ്പൊ അങ്ങനെ വെള്ളിയാ നോക്കാം. ഇത് നീല, മഞ്ഞ, വയലറ്റ് ആമ്പലുകളാ. ആമ്പലുകളാ. 3 തരത്തിലുള്ള ആമ്പലുകളാ ഇത് നിറച്ചുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം വെയിൽ വേണം. ഈ ആമ്പല് താമരക്കൊക്കെ വെയിലുണ്ട്. വെയിലില്ലാത്തതുകൊണ്ട് അതിന്റെ ആ ഒരു ഇതുണ്ട്. മഞ്ഞയൊക്കെ വളരെ അപൂർവമായിട്ട് പൂക്കാറുള്ളൂ. ജോയിച്ചന് ഇത്രയധികം മാവ് ഇനങ്ങൾ ഉണ്ടായിട്ട് ഒന്നും ഫെർമോൺ ട്രാപ്പ് പോലും വെക്കാതെ ഇത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ, പുഴുക്കേട് ഇതിന് സ്വന്തമായിട്ട് കഴിവുണ്ടോ എന്ന് നോക്കണം. അതിജീവിക്കാൻ ഇങ്ങനെ ഒരു എന്താണ് അതിന്റെ അത് ഏതൊക്കെയാണ് പുഴു വരാത്തതെന്നുള്ള കണ്ടുപിടിക്കുക. ഏതൊക്കെ വെറൈറ്റി നാച്ചുറൽ ക്ലൈമറ്റ് അത് പാസ് ചെയ്യുക. ഇന്ന വെറൈറ്റി കുട്ടനാട്ടിൽ കൊള്ളാം, അതിന് പുഴു വരിക. ജനങ്ങൾക്ക് വേണ്ടി പിന്നെ രണ്ടാമത് ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ പുറത്ത് പറയരുത്. അത് യൂണിവേഴ്സിറ്റിക്ക് ദോഷമാണ്. യൂണിവേഴ്സിറ്റിക്ക് വീഡിയോയിൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്യണം. നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് ചതഞ്ഞതാണ്. അത് നമുക്കിപ്പോ ലൈവായിട്ട് ഇപ്പൊ നോക്കാൻ വേണ്ടിട്ടൊന്ന് തുടങ്ങിയിട്ടില്ല. അത് കണ്ടിട്ട് വേറെ തരാം. പൂർണ്ണമായിട്ട് പഴുത്തിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് അല്ല, ഇത് നിങ്ങൾ ചെത്തിക്കുക, വേറെ പഴുത്ത് തരാം. ഓക്കെ. അല്ല, ഇതാണോ വേറെ ചെറുത് തരാം. എങ്ങനെ ചൈനക്കാരെ കത്തിയ അയ്യോ ഇടുന്നാവൂല്ലേ? നമ്മുടെ കപ്പ ഇത് എടുക്കണോ? അങ്ങനെ പിടിച്ചെടുക്കണം. അവിടെ കഴിക്കും ചെറിയ അപ്പൊ ശരിയാണ്. അല്ല, ഒരു ആവറേജ് മാങ്ങയുടെ 500 ഗുണം ഉണ്ടാവും. നോക്കാം നമ്മള്. ഇങ്ങനെയാണ് പിടിക്കും. അങ്ങനെ ചൂരി എത്താത്തൊന്നും അതിന്റെ ഇത് കിട്ടൂല എനിക്ക്. വെള്ളി ഒരു നാടൻ മാങ്ങന്റെ ടേസ്റ്റിനോട് വരുന്നുണ്ട്. പ്രിയൂരിന് കയറുന്നുണ്ട്. ചെറുങ്ങനെ പ്രിയൂർ കയറുന്നുണ്ട്. പ്രിയൂരിന്റെ ഒരു ഇത് വരുന്നുണ്ട്. ആള് ചെറിയ ഒരു പിന്നെ ഫൈബർ ഇല്ല, ഒരു ചെറിയ ഫൈബറാണ്. അത് നമുക്ക് കട്ടാവുന്നുണ്ട് കടിക്കുമ്പോഴേ. നോർമലാണ്. ഇതിന്റെ ഏറ്റവും രസം എന്താണെന്നറിയോ? നേരെ അപ്പുറം വെള്ളക്കെട്ട. നല്ല ഒരു മാത്രമല്ല, ഈ സമയത്ത് പഠിക്കുന്ന സമയത്ത് കുറെ മഴ പെയ്തില്ലേ? മഴ പെയ്തതിന് പക്ഷെ നല്ല ഒരു മാർച്ച് ഏപ്രിൽ നിറയെ മഴയായിരുന്നു ഈ വർഷം. അപ്പൊ മഴയുടെ ഒരു ഇമ്പാക്റ്റും കൂടെ ഉണ്ട്. കുറച്ച് ഒരു ചെറിയ വർഷം ഇതെന്താ മഴ പെയ്തിട്ട് ഇതിൽ പുഴുവില്ല. അതാണ് നമ്മളതിന് കാണേണ്ട പ്ലസ് പോയിന്റ്. വെള്ളത്തിലും പുഴുവായിരിക്കും. ഇത് മുഴുവൻ താഴെ വീണ് കിടക്കുന്ന പുഴുവായിട്ടല്ലേ. വെങ്ങനപ്പള്ളി കണ്ടോ അത്? പക്ഷെ തൊലി നല്ല കട്ടിയാട്ടാ, ഭയങ്കര കട്ടിയാ. പുള്ളൊന്നും കേറില്ല, കാഴ്ചക്കൊന്നും കുത്തി കയറാൻ കഴിയില്ല. ഇതുണ്ടോ വെങ്ങനപ്പള്ളി കണ്ടോ? വെങ്ങനപ്പള്ളി തീരെ കട്ടിയില്ല. പുഴു കണ്ടോ? വേഗം കയറും. പച്ചയ്ക്ക് പുളിയില്ല. അതുകൊണ്ടാണ് പേരയ്ക്ക മാങ്ങ എന്നുള്ള പേര് പോലെ. അപ്പൊ ആ ഒരു ഇതിന്റെ വേരിയന്റ് ആണ് ഇതല്ലേ? ആ പ്രിയോറിന്റെ വേരിയന്റ് അല്ല. കളർ നോക്കി, കളർ ഡിമ്മല്ലേ? ഓറഞ്ച് മല്ലികന്റെ കളറാ വരുന്നത്. അതെ, ഇത് അസാധ്യം മുതൽ കേട്ടോ. നമ്മൾ ആദ്യം കഴിച്ചതിനേക്കാളും ഇത് ഫുള്ള് പഴുത്തതാണ്. എത്ര കിട്ടിക്കുന്നത്? 22 ഉണ്ടാവും. കണ്ട ആവറേജ് നമുക്ക് നമ്മളെ മനസ്സിൽ കിട്ടും. 23 സംതിങ് ഉണ്ട്. പക്ഷെ ഇത് കിട്ടൂല. 23 പ്ലസ് മഴ. അതെ, നമ്മള് ഈ മഴക്കാലത്തും വെള്ളക്കെട്ടിൽ നിൽക്കുന്ന മാവൊക്കെ 23, 24 വലിയൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. നല്ല മധുരമുണ്ട്. ഇവിടെ ഈ കാണുന്ന അടിപൊളി. വെള്ളക്കെട്ടിലാണ് ഈ മാവ് നിൽക്കുന്നത്. സമ്മതിച്ചു. പഴുത്തത് കഴിച്ചോട് സമ്മതിച്ചു. 24 ഉണ്ട്. ഇത് നമ്മൾ 24-ന് 25 കൊടുക്കാം. ഇപ്പൊ വെള്ളക്കെട്ടില്ല. മഴയില്ലാത്ത സമയത്ത് 25 നമ്മുടെ നാട്ടിലെത്തിയ 25 അപ്പൊ ഈസി ആയിട്ടുണ്ടാവും. പക്ഷെ എല്ലാവർക്കും വെക്കാൻ പറ്റിയ മാങ്ങ ഇട്ടാ നമുക്ക്. കാരണം നമ്മൾ കുറെ മാങ്ങകളെ പറ്റി ഇങ്ങനെ പഠിക്കുക, റിസർച്ച് ചെയ്യുമ്പോൾ
അതിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ. മാങ്ങ ഇതിന് സ്മെല്ല്, സ്മെല്ല് ആ പഴുത്തതിന്റെ സ്മെല്ല് നോക്കാം. നല്ല സ്മെല്ല്, ആ സ്മെല്ലിൽ തന്നെ നമുക്ക് കഴിക്കണം. അത് നല്ല ടോപ്പ് മധുരം കേട്ടോ. 25 TSS ചുറ്റും നടക്കണം. ഒരു നല്ല മാങ്ങന്റെ ഇത് നല്ല മാങ്ങ. ജോയിച്ചാ, ഈ മാമ്പഴം 24-25 ബ്രിക്സ് അബോവ് വരുന്ന പ്രിയൂരിന്റെ ടേസ്റ്റ് ഉള്ള ഒരു നാടൻ മാങ്ങ ഇല്ലേ, കേരളത്തിന്റെ നാടൻ മാങ്ങയുടെ രുചി ഇഷ്ടപ്പെടുന്ന ഈ ഒരു മാവിന്റെ തൈ നിർബന്ധമായിട്ടും വെക്കാൻ പറയും. പുഴുക്കേടില്ലാത്ത ഒരു കഷ്ണം ഇങ്ങോട്ട് താ ബോസേ. ആ നിർബന്ധമായിട്ടും ഈ തൈ വെക്കണം. ഇതിവിടെ വന്ന് കണ്ടവർക്ക് അറിയാം ഇതിന്റെ അതെന്താന്ന് വെച്ചാലേ മധുരം. ഓ അടിപൊളി. വീഡിയോ ഒന്നും പറയാനില്ല, നമ്മൾ വെറുതെ ഒരു വീഡിയോയില് നമ്മൾ പറയല്ലോ പിന്നെ നല്ല മധുരം ഉണ്ട്, നല്ല എന്താ സംഭവം എന്നൊക്കെ. ഇത് നാച്ചുറൽ ആയിട്ട് നമ്മൾ പറയാണ്. ഇത് ഒറിജിനൽ നമ്മളിപ്പോ നോക്കിയല്ലോ, ആ ഒരു ടേസ്റ്റും ആ ഒരു മധുരം ഒക്കെ ഉണ്ട്. നല്ല സ്മെല്ലും. ഇത് വേറെ ലെവൽ തന്നെ, വെറുതെ യൂട്യൂബിൽ പറയുന്നല്ല, ഇത് ലെവലാ. നോർമലി അത് 3 പ്രാവശ്യമായിട്ടുണ്ടോ? ആരില്ല, ഒറ്റയടിക്കല്ല. അതുകൊണ്ട് എന്താ ഗുണമെന്ന് അറിയോ? ഇത് ഒരു പ്രാവശ്യം പൂത്ത് കഴിയുമ്പോൾ ആ സമയത്ത് കാലാവസ്ഥ, അത് നമ്മളിപ്പോ കുറെ മാങ്ങകൾ കഴിക്കുന്നവരും കഴിച്ചവരുമാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു മാങ്ങ തന്നെയാണ് ബ്ലാക്ക് പ്രിയൂർ എന്ന് പറഞ്ഞത്. കേരളത്തിന്റെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെ കപ്പത്തന്നെ ഈ വെള്ളക്കെട്ടില് ഇതേ മധുരത്തിൽ നമ്മളിപ്പോ 25 വരെ 24 വരെ നമുക്ക് അത് ലഭിച്ച്, അത് വലിയൊരു ഇത് തന്നെയാണ് നമ്മൾ കഴിച്ചത്. പിന്നെ ആരില്ല, പിന്നെ പുഴുക്കേടില്ല, ഇങ്ങനെയൊക്കെയുള്ള നമുക്കൊരു മാങ്ങക്ക് ആവറേജ് ഉണ്ടാവുന്ന എല്ലാ ഗുണങ്ങളും അതിനുണ്ട്. സ്മെല്ല്, നല്ല സ്മെല്ല്, പിന്നെ ഫ്ലേവർ മോശമില്ല, ഇതൊക്കെ നല്ല ഗുണമുള്ളൊരു മാങ്ങയാണ്. അപ്പം നമുക്ക് എങ്ങനെയായാലും ഇത് പ്രൊമോട്ട് ചെയ്യാം. കാരണം ധൈര്യമായിട്ട് ഒരാളോട് പറയാം ഈ മാവ് വെച്ചോളി, ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. കാരണം നമ്മളിത് ഈ ഉള്ളൊരു കാര്യമാണ് തുറന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഇത് പിന്നെ യൂട്യൂബിനോ അല്ല മാങ്ങൻ്റെ ബിസിനസ്സിനോ പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരാളുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം അത് നാച്ചുറൽ ആണ്. പിന്നെ 100 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ ഫാദർ കൊണ്ടുവന്നതാണ്, ഗ്രാൻഡ് ഫാദർ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ബഹുമാനിക്കുന്നു. കാരണം അദ്ദേഹത്തിന് അത് കൊണ്ടുവന്നോടെ നമുക്ക് മാങ്ങ കഴിക്കാൻ കഴിഞ്ഞതും നമ്മുടെ പുതിയ തലമുറയ്ക്ക് മാങ്ങയെ പരിചയപ്പെടാനും ഒക്കെ പറ്റുന്നത് ഇതുകൊണ്ടാണ്. അത് നല്ലൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നത്. പിന്നെ പുഴു വരികയെന്ന് പറഞ്ഞത്, അതായത് ചില കൊല്ലം പുഴു ഇല്ലാത്ത കാലമുണ്ട്. അപ്പൊ പുഴുവില്ലാത്ത കാലത്ത് ചിലത് പുഴു വന്നില്ല എന്ന് വിചാരിച്ച് ഇത് റെസിസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റിയല്ല. ഈ ഇതിനോട് ചൊട്ട് കിടക്കുന്ന പുഴുവാണ്. അപ്പൊ ഇത് മാത്രം ഇങ്ങനെ പുഴുവില്ലാതെ പറയുമ്പോൾ അത് അതിന്റെ ക്വാളിറ്റിയാ. ഇതിന് ഇവിടെ ഫെർമോൺ കെണി അല്ലെങ്കിൽ മറ്റൊരു ഒന്നും ഇവിടെ ചെയ്യുന്നില്ല, ഒരു സാധനം ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇതിന് തൊട്ടടുത്തിരിക്കുന്നതിലൊക്കെ പുഴുണ്ട്, അതാണ് എല്ലാത്തിനും പുഴുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇതിന് മാത്രമേ പുഴുവില്ലാത്തുള്ളൂ. അതുകൊണ്ട് ഈ മാങ്ങ നമുക്ക് കാരണം പുഴു വരില്ല എന്ന് 100% നമുക്ക് പറയാനായിട്ട് യാതൊന്നും കൊടുക്കണ്ട. ഫെർമോൺ കണിയും വേണ്ട, മറ്റു വിഷങ്ങളും വെക്കേണ്ട, ഒന്നും വെക്കേണ്ട. മടിയന്മാരായ മാമ്പഴപ്രേമികൾക്ക് പറ്റിയ ഒരു ഒരു കെയറും വേണ്ട, ഒന്നും വേണ്ട, വെച്ചു കൊടുത്താൽ മതി. ഈ അണ്ടി നമുക്ക് നമ്മള് പിന്നെ പറഞ്ഞ പോലെ അനിൽകുമാർ സാറൊക്കെ പറഞ്ഞ അണ്ടിക്കോപ്പ ഒരു 550 പിന്നെ 60 ഗ്രാം 50 ഗ്രാം അല്ല, ഇതിനേക്കാളും വലുതായിരിക്കും മറ്റേ അണ്ടി. നോക്ക ഇത് നോക്ക എത്ര ഒരു 50 ഗ്രാം ആണുള്ളൂ. 50 ഗ്രാം ഇല്ല, അപ്പൊ ഒരു 30 പറയാം നമ്മളല്ലേ. ഒരു 50 ഗ്രാമിന് താഴെ ഈ അണ്ടിക്കോപ്പൊക്കെ ഒരു ആവറേജ് മാർക്ക് ഉണ്ടാവുള്ളൂ. 5%. 10 കൂട്ടിയാലും കുഴപ്പമില്ല. സാധാരണ നമ്മള് നല്ല അണ്ടി ഇത് കണ്ടില്ല ഞങ്ങള് തിന്നാണ്. അപ്പൊ നമ്മൾ ഒരു മാങ്ങക്ക് കാണുന്ന ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ ആവറേജ് ഒരു 500 ഗ്രാം വേണം, അതുണ്ട്. പിന്നെ അണ്ടിക്കോപ്പ ചെറുതാവണം, പിന്നെ കഴിക്കാൻ നല്ല ഫ്ലഷ് വേണം, പുഴു വരരുത്, നല്ല ഫ്ലേവർ ആവണം. ഇങ്ങനെയൊക്കെ ഒരു 5-6 ഗുണങ്ങളാണ് നമ്മൾ മാങ്ങയെ സംബന്ധിച്ച്. എല്ലാ വർഷവും റെഗുലറായിട്ട് കായ്ക്കണം, കായ്ച്ചാൽ തന്നെ അതിൽ മാങ്ങ പിടിക്കണം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ പറഞ്ഞ എല്ലാ ഗുണങ്ങളുള്ള ഒരു മാങ്ങയാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ബ്ലാക്ക് പ്രിയൂർ. ഞങ്ങൾ രാത്രി വന്ന് മാങ്ങ കട്ടെടുത്താ കേസ് കൊടുക്കുമോ? കഴിക്കാൻ എനിക്ക് 10 പെങ്ങന്മാരുണ്ട്, 5 അനിയന്മാരുണ്ട്. അവർക്കൊക്കെ ഇത് മാത്രം മതി, വേറെ ഒരു മാങ്ങ കൊടുത്താൽ ഞങ്ങൾക്ക് ഇത് വേണം. പക്ഷെ ഈ മോളിൽ കയറാനായിട്ട് ആരുമില്ല. ഞങ്ങള് മലപ്പുറത്ത് നിന്ന് ഇത്രയും ദൂരെ നിങ്ങളെ തേടി വന്നത് നിങ്ങളെ ബ്ലാക്ക് പ്രിയൂറും നിങ്ങളെ മാങ്ങകളും മാങ്ങയുടെ അനുഭവങ്ങളൊക്കെ നേരിട്ട് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ആയിട്ടാണ്.
ഇനി നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ മാവ് ഇവിടെ നമുക്ക് അറിയാനോ പരിചയപ്പെടാനോ ഉണ്ടോ? ഇവിടെ 100 തരം മാവുകളുണ്ട്. ഉണ്ട്. എന്നാലും ഒന്ന് പിന്നെ പിന്നെ കൊള്ളാവുന്നത് രത്നം ഒന്ന് കാണിക്കാം. രത്നമുണ്ട്, ഫിനാങ്കിലിടുക, ഫ്രങ്കിലിടുക. അതോടെ അതുണ്ട്, അതൊന്ന് കാണിക്കാമോ? കാണിക്കാം. പിന്നെ പറവീട് പടന്നക്കാട് യൂണിവേഴ്സിറ്റിയുടെ പറങ്കിലടുവ അല്ലേ? പറങ്കിലടുവ പടന്നക്കാടിന്റെ അല്ല, കരിമ്പത്തിന്റെ ആയിരുന്നു. കരിമ്പത്തിന്റെ അല്ല, പടന്നക്കാട് യൂണിവേഴ്സിറ്റി. പടന്നക്കാടും ഉണ്ട്, പടന്നക്കാടുണ്ട്. പിന്നെ അത് തന്നെയാണ് ഫ്രഞ്ചിലിടുക എന്ന് പറയുന്നുണ്ട്, പക്ഷെ വ്യത്യാസമുണ്ട്. അപ്പൊ ഫ്രങ്കിലിടുവ പടന്നക്കാടിലും ഉണ്ട്, കരിമ്പത്തും ഉണ്ട്. അതെ, കരിമ്പത്തുണ്ട്. ഫിറാങ്കിലിടുക കുറച്ചുകൂടെ നീണ്ട് ഹിമാപസന്തിനോട് സാദൃശ്യമുള്ള കുറച്ചുകൂടെ നീണ്ട്. പക്ഷെ ഫ്രഞ്ചിലിടുക എന്ന് പറയുന്നത് ഒന്ന് ഉരുണ്ട. ഫ്രഞ്ചിലടുവ ഒന്ന് ഉരുണ്ടാണ് അല്ലേ? ഉരുണ്ട്. അപ്പൊ ഫ്രങ്കിലടുവയും ഫ്രഞ്ചിലടുവയും ഉണ്ട് ഒന്നാന്നൊക്കെ പറയുന്നുണ്ട്. ഇത് രണ്ടും ഒന്നാന്ന് പറയുന്നെങ്കിൽ എനിക്ക് രണ്ടും ഉണ്ട്. രണ്ടും ഉള്ളതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാം അതിന്റെ ഷേപ്പിനെങ്കിലും വ്യത്യാസം. ഒരിച്ചിരി ഉരുളും. ഈ ഫ്രഞ്ചിലിടുക ഒന്ന് ഉരുളും, മറ്റത് പിറങ്കി നീണ്ട്, പിറങ്കി കുറച്ച് നീണ്ടു വരും. കുറച്ചുകൂടെ നീണ്ടു വരും. രണ്ടും ഒന്ന് കണ്ടുകൂടാ നമുക്ക്? രണ്ടും കാണിച്ചു തരാം. വരി.